ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകണേന്നറിയോ? ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് പോകുന്നൊരു വ്ളോഗാണ് കാണിക്കുന്നത്. ഗുരുവായൂർക്ക് പോണത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നാലും അതെ, ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പിന്നെ ഇപ്രാവശ്യം പോകുന്നതിന് നമുക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇപ്രാവശ്യം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗുരുവായൂരിൽ സ്റ്റേ ചെയ്യണത്. കാരണം നമ്മൾ പോവുക, വേഗം തിരിച്ചു വരിക, അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോയിട്ട് അവിടെ നിന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷേ എന്നാലും ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാക്കിൽ നിന്നും ലൈറ്റ് ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മളിതാ ഗുരുവായൂരെത്തി. ഇനി നമ്മളെന്താ തൊഴാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും ഏട്ടനൊക്കെ അവിടെ എത്തിയിരുന്നു, അവരൊക്കെ തൊഴാൻ പോയി. ഇനി നമ്മൾ തൊഴാൻ കടിച്ചോ? ഞാൻ പറഞ്ഞില്ല ഇന്നലെ വന്ന് കണ്ടപ്പോൾ പ്രതു വിടുക. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വന്നു. വാ. മഞ്ഞക്കിളി, വെള്ളക്കിളി, നീല. ശരി, നമ്മൾ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ടല്ലേ? നാല് കളർ. അപ്പൊ ഞങ്ങള് പോവാണ്. അമ്പലത്തിൽ കാണാതെ പിടിച്ചെടുക്കാൻ. എവിടെ? ഓ ഐശ്വര്യ, അങ്ങനെ ഇവിടെ അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് തൊഴാൻ പോവാം. ഇപ്പൊ പോയാൽ ക്യൂല് നിൽക്കേണ്ടി വരും അല്ലേ? വൈകിട്ടുള്ള 60 വയസ്സിന്റെ ക്യൂല് ഇപ്പോഴും ഉണ്ട്. ഞാനത് രാവിലെ മാത്രമേ കഴിച്ചു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോയിച്ചേരാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ റൂമിലാണ് കേട്ടോ പോയത്. എന്നിട്ട് അവിടെ നമ്മൾ പോയി ഫ്രഷ് ആയതിന് ശേഷം പിന്നെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചതിന് ശേഷം അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മാത്രമല്ല, ഏട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടനൊക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവരൊക്കെ ഗുരുവായൂരിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഗുരുവായൂരിലേക്ക് നടക്കുകയാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കാനുള്ള റൂമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കേണ്ട സമയമേ ഉള്ളൂ. അങ്ങോട്ട് ഇവിടെയായിരുന്നു ആ സ്റ്റേജ് ഉണ്ടായിരുന്നേ. ഇതൊക്കെ ഉത്സവത്തിൻ്റെ ബാക്കി. അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു സമയത്ത്, വൈകുന്നേരത്ത്. അപ്പം നമ്മൾ എത്തിയ ഉടനെ തന്നെ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. അപ്പോൾ എത്തിയ ഉടനെ തന്നെ ഏട്ടനെയും സുപ്പുവിനെയൊക്കെ അവിടെ നിന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ക്യൂവിൽ നിന്നത്. അങ്ങനെ സുഖമായിട്ട് വേഗം തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു വൈകുന്നേരത്തെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് തന്നെ നന്നായിട്ട് പോയിട്ട് ഉള്ളിൽ തൊഴുതിട്ട് വന്നു കേട്ടോ. അങ്ങനെ വേഗം തൊഴുതിറങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു വൈകിട്ട് ഒരു 5:30-ഒക്കെയാണ് നമ്മൾ ക്യൂവിൽ നിന്നത്. പിന്നെ അമ്പലത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു 8 മണിയൊക്കെ ആയിട്ടോ രാത്രി. അത്രയും സമയം. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ അധികം സമയം പോകുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അവിടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ എന്നാലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായിട്ട് തൊഴുതിട്ട് പുറത്തേക്ക് വന്നു. നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നതിനൊരു കാര്യമുണ്ട് കേട്ടോ. അവിടെ കൃഷ്ണനാട്ടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ നിൽക്കുന്നത്. അപ്പോൾ കൃഷ്ണനാട്ടം ഞാനിത് കണ്ടിട്ടുള്ളത് വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഓരോ ഓർമ്മകളൊക്കെയാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ വീണ്ടും ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഗുരുവായൂർ പോകുന്ന സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മിക്കവാറും സമയത്ത് പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ട്. ഇപ്രാവശ്യം പക്ഷെ അത്ര കുറവായിരുന്നു കേട്ടോ. ഇടയ്ക്കുള്ള ചില പ്രോഗ്രാമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ കണ്ടതാണ് ഈ ഒരു കോൽക്കളി പോലത്തെ. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പേ ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഷോപ്പിംഗ്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും കൂടി എത്തണം. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇത്രയും പേരുണ്ട്, പിന്നെ സുപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വേറെ വേറെ ടൈമിലാണ് അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കിട്ടിയതിന് ശേഷം ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി ചുമ്മാ അവിടേക്ക് ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നറിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മസാലദോശ. അതാണല്ലോ നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ മസാലദോശ എന്തുകൊണ്ടോ എനിക്കറിഞ്ഞൂടാ, അതാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ മസാലദോശ കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ പോകുന്ന സ്ഥലത്ത് പല സ്ഥലത്തും പോയപ്പം ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ നടക്കുന്ന കാരണം കൊണ്ടിട്ട് പല സ്ഥലത്തും മസാലദോശ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്തെത്തി, പഴയടം അവിടേക്ക് വന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മസാലദോശ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. കാരണം അവരുടെ മനസ്സിൽ ഇന്ന സാധനം കഴിക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് അത് കിട്ടാണ്ടിരിക്കുമ്പോൾ അതൊരു വിഷമല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പം എല്ലാവരും ഹാപ്പിയായി. എല്ലാവർക്കും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ കിട്ടി. പിന്നെ അവിടെ ഫുഡ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതുപോലെ ദോശ അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു. കാരണം മറ്റുള്ള സ്ഥലങ്ങൾ കിട്ടാണ്ടാവുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്നതായിരിക്കും. പിന്നെ നേരിട്ട് ഇങ്ങോട്ട് വരുന്ന തന്നെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അറിയുന്ന
കാര്യമാണല്ലോ അവിടെ കിട്ടുന്നുള്ള ആ ഒരു ഇതിൽ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ വന്ന ദോശ ഇല്ലാണ്ട് എങ്ങനെ? ആനയുടെ പിൻഭാഗം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മരപ്പുറം ഇതുണ്ട് ഇവിടെ അവിടെ അതാ മരപ്പുറം. കിട്ടും. ആണോ? ഞാൻ പറഞ്ഞത്. ആ ഷോപ്പിൻ്റെ പേര് കണ്ടില്ലേ? അത് കണ്ടപ്പോൾ അമ്മയുടെ കമൻ്റ് ആയിരുന്നു കേട്ടോ. പാറു പോയിട്ട് എന്തൊക്കെയാണ് വേണ്ടിച്ചാൽ വാങ്ങിച്ചോളൂ, മാമയുടെ സ്വന്തം കടയാണ് എന്നുള്ളത്. അതാണിപ്പോൾ ആ കണ്ടത്. അപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ പകൽ സമയത്തൊരു വൈബ്, രാത്രിയിൽ വേറൊരു വൈബ്, അങ്ങനെയാണ്. എന്താ പറയുക, നിറയെ ലൈറ്റുകളും കടകളിലത്തെ ലൈറ്റുകളും ആ സാധനങ്ങളൊക്കെ കൂടെ. അപ്പോൾ നമുക്കിനി കുറേ സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇനി കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കാം, ഷോപ്പിംഗ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇതൊക്കെയാണല്ലോ നമ്മളുടെ മെയിൻ ഉദ്ദേശം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ. ഈ സമയത്ത് അമ്പലത്തിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചെങ്കിൽ, അതായത് ശ്രീകോവിൽ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് അത്താഴ ശിവേലിയും അതുപോലെ തൃപ്പുക, ഓലവായനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അമ്മയും സുപ്പുവിൻ്റെ അമ്മയും കൂടിയിട്ട് വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ ഏതായാലും അവിടെ നിൽക്കുന്ന ഒരു സമയത്തല്ലേ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന് കരുതിയിട്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നടന്നത്. പിന്നെ കൃഷ്ണനാട്ടം എപ്പോഴാണെന്ന് വെച്ചെങ്കിൽ രാത്രി 11:30 ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്കാണ് നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പോവുക. ഉള്ളിലേക്ക് വാ. ഓ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട്. ഓ പ്രതു ഇവിടെ നോക്കി. അവിടെ ഓരോ പ്രാവശ്യം ഓരോ കടയിൽ പോകുമ്പോഴും നമ്മൾ ആകെ അന്തം വിട്ട് കിളി പോയി നിൽക്കുന്നത് എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നാലും ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഇതൊക്കെ എത്ര വാങ്ങിയാലും മതിയാവില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് തരത്തിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കമ്മലിൻ്റെ ഒക്കെ കളക്ഷൻ കണ്ടിട്ട് ശരിക്കും കിളി പോയി. അവിടെ നമുക്ക് ഒരു കളറും കിട്ടാത്തുണ്ടാവില്ല, ഒരു മോഡലും കിട്ടാത്തുണ്ടാവില്ല. അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്നോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമായിരിക്കും ഏതാണ് കടയുടെ പേര് ഓർമ്മയില്ല കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നോക്കാൻ മറന്നുപോയി. അവിടെ ഇങ്ങനെ കുറേ കടകളല്ലേ, നമ്മളിങ്ങനെ നോക്കി ഓരോ കടയിലേക്ക് കയറുമ്പോൾ കടയുടെ പേരൊന്നും നോക്കലുണ്ടായില്ല. എന്തായാലും അതിപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും. നമ്മൾ കിഴക്കേ നടയിലുള്ള അങ്ങനെ കടകളിൽ കൂടെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. കുറേ വാങ്ങിച്ചു ഞാൻ കുട്ടികൾക്ക്, പാറുവിനും പ്രതുവിനും മിഥുനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു കുറേ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അത് എല്ലാ പ്രാവശ്യവും അവിടെ പോകുമ്പോൾ ഉള്ളതാണല്ലോ. ഇപ്പം ഇനി നമ്മൾ എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി രാത്രി ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ച് വരുള്ളൂ. അങ്ങനെ നമ്മൾ രാത്രി കൃഷ്ണാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പം ഇനി പോയിട്ട് വരാം. അങ്ങനെ പോയി കൃഷ്ണനാട്ടമൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും കണ്ടു. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. നമ്മൾ നടക്കുന്ന പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു ഭാഗമല്ലേ, അവിടെ വെച്ചിട്ടാണ് കൃഷ്ണനാട്ടം ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കൃഷ്ണനാട്ടമൊക്കെ കണ്ടുവന്ന് കുറച്ച് സമയം ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് എണീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിർമ്മാല്യവും വാഗചാർത്തും ഒക്കെ തൊഴണം എന്നൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു വ്യാഴാഴ്ചയായിരുന്നു. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവിടെ നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തലേദിവസം കണ്ട പോലെ അല്ല, നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നിറയെ ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഏതായാലും വിചാരിച്ചു തലേദിവസം നമ്മൾ നല്ല വൃത്തിക്ക് നന്നായിട്ട് തൊഴുത്തതാണല്ലോ,
അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചു. കാരണം നിന്ന് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, അതുപോലെ തിരക്കായിരുന്നു. അമ്മയാണെച്ചെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നാരായണീയം വായന ഉണ്ടായിരുന്നു കേട്ടോ ഒരു ടീമിൻ്റെ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ എത്തിയിട്ടുള്ളത് അങ്ങനെ വൈകിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ മുല്ലപ്പൂവൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നെ അങ്ങോട്ട് രാത്രിയാവല്ലേ, അപ്പോൾ പിന്നെ വേണ്ട എന്ന് തോന്നി. പക്ഷേ പിറ്റേ ദിവസം അങ്ങനെയല്ലല്ലോ, നമ്മൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിയുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പാറുവിന് നോർമൽ മുല്ലപ്പൂവ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞാനും പ്രതും ഈ ഒരു കളർ ഇതാണ് അരളിപ്പൂവല്ലേ, അരളിപ്പൂവാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ സെറ്റ് മുണ്ടിലേക്ക് അത് കുറച്ചുകൂടി മാച്ചാണെന്നൊക്കെ തോന്നി. പിന്നെ ഗുരുവായൂർ പോകുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കിട്ടുള്ളൂല്ലോ, മിക്കവാറും അങ്ങനെയാണ്. പിന്നെ എല്ലായിടത്തും അത് കിട്ടില്ല, അപ്പോൾ അത് കാരണം നമ്മൾ അത് വാങ്ങി വെച്ചു. അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇതെന്ത് കെട്ടലാണ് പിന്റെ അടുത്ത് അതിൽ തന്നെ വെച്ചോളാം. തിരിയോ ഒന്ന് തിരിയോ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തിരക്ക് കാരണം നമ്മളവിടെ പുറത്തുനിന്ന് നിന്നിട്ട് തൊഴുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏട്ടനൊക്കെ മമ്മിയൂർ തൊഴുതിട്ട് വന്നു. അങ്ങനെ നമ്മളിതാ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യം തന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് പോണത്, കാരണം എല്ലാവർക്കും ദോശ തന്നെയാണ് വീണ്ടും വേണ്ടത്. അപ്പോൾ ഇതാ ദോശ കഴിക്കാൻ വേണ്ടി അവിടേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഭക്ഷണം കഴിക്കലും ഷോപ്പിങ്ങും മാത്രമേ ഉള്ളൂല്ലോ എന്ന് തോന്നരുത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഗുരുവായൂർക്ക് പോകണത് എന്ന് തോന്നരുത്. കാരണം നമ്മൾ മണിക്കൂറുകൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു, പിന്നെയും ഒക്കെ ആയിട്ട്. പക്ഷേ എന്താ, നമ്മൾ ഉള്ളിൽ കയറണമെന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അത് മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണുന്ന സമയത്ത് തോന്നരുത് അതെന്താണെന്നുള്ളത്. നമ്മൾ എന്തായാലും ഉള്ളിൽ പോയി തൊഴുതിട്ടൊക്കെ തന്നെയാണ് കേട്ടോ, നല്ല വൃത്തിക്ക് തൊഴുതിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കൂടി ഒരുമിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ഒരു ദിവസമാണ് കേട്ടോ. തലേ ദിവസം അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടെ എല്ലാവരും കൂടെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടികൾ നോക്കട്ടോ. കണ്ടോ, ക്യൂ ആണ് ഇവിടെ, എല്ലാം മൊത്തം ക്യൂ ആണ്. ഭക്ഷണത്തിൻ്റെ അവിടെ ക്യൂ, ഉള്ളിലേക്ക് കയറാനുള്ളിടത്ത് ക്യൂ, എല്ലായിടത്തും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് സംഭാരമൊക്കെ മേടിച്ച് കുടിച്ചതാണ് കേട്ടോ. എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അമ്മയാണെച്ചെങ്കിൽ വായനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇനി തിരിച്ച് വീട്ടിൽ പോവാം എന്ന് വിചാരിച്ച് വേഗം റൂമിൽ പോയി സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ഒരു ഗുരുവായൂർ വ്ളോഗ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഫാമിലി എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ പിന്നെ ഗുരുവായൂർ വ്ളോഗ് ആകുമ്പോൾ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുള്ളതാണ്. ഒരു മടുക്കാത്ത തരത്തിലുള്ളൊരു വ്ളോഗല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.